അവൻ നേരത്തെ പോയല്ലേ? ആ വിജയ് ടർഫില് പോയല്ലോ. രാവിലെ പോകാൻ മാത്രം അവൻ അവിടെ എന്ത് ജോലിയാ ചെയ്യണത്? ഇതുകൂടി പൊളിഞ്ഞാലുണ്ടല്ലോ, ഗുണവുമില്ല പിടിപ്പുമില്ല. പോരാത്തതിന് അവന്റെ അമ്മയുടെ അമ്മാവന്റെ ബുദ്ധിക്കുറവും. അതെ, മണ്ടത്തരം മാത്രമേ കാണിക്കൂ. എന്നിട്ടാണ് ആ മണ്ടന്റെ കൂടെ നീ ഇറങ്ങിയോടിയത്. ഇന്നെങ്കിലും പാൻ കേക്ക് കഴിക്കാന്ന് വിചാരിച്ചതാണ്. സോറി അച്ഛ, സ്റ്റീം കേക്ക്. ഉപകാരമില്ലാത്തൊരു മോനും സമയത്തിന് വിലയില്ലാത്തവൻ്റെ ഒരു പണിക്കാരും ഫ്രണ്ടും. തെണ്ടി ഇന്നും 17 രൂപ കളഞ്ഞു. ഇവൻ കത്തിക്കാനായിട്ട് നോക്കിയിരുന്നു. എന്തെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ? ഫസ്റ്റ് കേസല്ലേ, മജിസ്ട്രേറ്റ് വിധിച്ചോളൂ, വക്കീല് കേട്ടോളൂ. നമ്മൾ കുറച്ച് താമസിച്ചാലും പ്രശ്നമൊന്നുമില്ലേ? അപ്പൊ നിന്റെ അമ്മയെ അത്താലും പോകണ്ടല്ല, വീട്. അതെന്താ അങ്ങനെ പറഞ്ഞു? അമ്മയെ അത്തോളം നാട്ടുകാർ കുഴിച്ചിടും. ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് ഫീൽ ആവും. എനിക്ക് ഫീൽ ആകണം, എന്നാലേ നീ പഠിക്കൂ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്. ശരിയേട്ടാ, നിന്റെ പണിയൊക്കെ തീർത്തിട്ടേ ഇനി വൈകിട്ട് വന്നാ മതി. ഓക്കെ. അതിന് ഇവനൊക്കെ വല്ല പണി ഉണ്ടായിട്ടാണ്. ടിക്കറ്റ് ടിക്കറ്റ് എവിടെ ഇറങ്ങണ്ടേ? അവിടെ ടിക്കറ്റ് ഒരു കോട്ടം ഇത് എടുത്തോ ടിക്കറ്റ്. മിസ്റ്റർ, എത്ര വയസ്സായി? എന്താട്ടാ? തനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലായില്ലേ? എന്തിനാണ് അതെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ചേട്ടാ അപ്പുറത്ത് സീറ്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഇരുന്നൂടെ? എന്തിനാട്ടാ ചൂടാവണേ? ഇരുന്നോട്ടാ, ഇരുന്നോ. മാധവൻ സാറ് കോടതി പിടിയാനല്ലേ? അതെ. അവിടെ ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. കോടതി ജംഗ്ഷനില്ല, അവിടെ എവിടെ? നിർത്ത്. നമ്പൂതിരി കയറാനുണ്ട്. അവന്റെ അരയെണ്ണ നട ഇന്നത്തോട് തീരുമല്ലോ. നമ്പൂതിരി ചേട്ടാ വേഗം കയറേ. ചേട്ടാ അങ്ങോട്ട് ഇരിക്കാൻ സമയമല്ല. ടിക്കറ്റ് ടിക്കറ്റ്. മെല്ലമുറി. സംഗുണ്ണേട്ടാ കോടതി പിടി തന്നെയല്ലേ?
മോളെ 200 പേജിന്റെ മോളെ ഒരു കുപ്പി ആ വെള്ളം. ഒരു മിനിറ്റ്. എന്നോട് മാധവൻ ചേട്ടൻ വൈകിട്ട് വരാനാ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരത്തെ അങ്ങ് വരും. ഞാൻ ബുക്കല്ലല്ലോ ചോദിച്ച മോളെ വെള്ളമല്ലേ? ബുക്ക് ഞാനാ ചോദിച്ചത്. അയ്യോ സോറി. ഗുഡ് മോർണിംഗ് ദേവുക്കുട്ടി. ഗുഡ് മോർണിംഗ് അങ്കിളെ. ആ, ദാ. അയ്യോ അങ്കിള് ബാഗ് വെക്കുന്നിടത്ത് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇപ്പം വരുത്തരാം. അതിന്റെ ഒന്നും ആവശ്യം ഇനി ഉണ്ടാവില്ല. ഇന്നല്ലേ ഫൈനൽ ജഡ്ജ്മെന്റ്. അച്ഛൻ എവിടെ? ആ, അച്ഛൻ പുറത്തു പോയേക്കാ. ശരി. ആ ശരി ദേവുക്കുട്ടി, ഞാനൊന്ന് വക്കീൽ ഓഫീസർ വരെ പോയിട്ട് വരാം. അച്ഛനോട് പറ. ആ പറഞ്ഞേക്കാം. ശരി. മോളെ വരിയിട്ടതാ ചോദിച്ചത്. ഇപ്പം മാറ്റരാം. ഞാൻ വെള്ളം ചോദിച്ചേടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്തേ. ഹലോ ദിനേശ് സാർ, ഗുഡ് മോർണിംഗ്. Morning, sir. വെരി ഗുഡ് മോർണിംഗ്. അതാ ഞാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ ഗേൾസ്, Yes. വേർ ഈസ് അഡ്വക്കേറ്റ് മിസ്റ്റർ അലക്സാണ്ടർ? He moved downstairs. Oh, I didn't know that. He's my lawyer. Are you guys new to this building? Yes. Oh, okay. Thank you. Nice girls. താഴേക്ക് മാറ്റി സാറേ. അതെന്താ ഓഫീസ് താഴേക്ക് മാറ്റിയത്? നമ്മുടെ കക്ഷികൾക്ക് മുകളിലോട്ട് കയറാൻ വയ്യ സാറേ. ഓ ഐ സി. സാറേ, സാറിനെ കാണേണ്ട ആവശ്യമുണ്ടോ സാറേ? സാറ് ഭയങ്കര തിരക്കിലാണ്. ഗുഡ് മോർണിംഗ് വക്കീൽ സാർ, ബിസിയാണോ? സാറ് താഴെയാണ് സാറേ. സാറേ, ഇന്ന് മാധവ സാറിന്റെ കേസിന്റെ വിധിയാ. അതാരാ? മാധവ സാറ്, നമ്മുടെ പഴയ KCB. നിങ്ങളുടെ പൊളിഞ്ഞ പാലത്തിന്റെ കോൺട്രാക്ടർ അല്ലേ? പാലോ? ഏത് പാലം? വക്കീൽ എന്തീ പറയുന്നത്? ഞാൻ ഒരു പാലവും പണിതിട്ടില്ല. സാറേ, ആ വള്ളിക്കെട്ടല്ല, വള്ളിക്കോട്ടെ വസ്തുക്കേസെന്ന്. എന്റെ മാധവ സാറ്, ഇതാണിപ്പോ സാറിന്റെ പ്രശ്നം. സാറിനിപ്പോ കുറച്ച് മറവിയൊക്കെ ഉണ്ട്, പക്ഷെ ഇടയ്ക്കൊക്കെ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അതിപ്പോ ആർക്കാ മറവിയില്ലാത്തല്ലേ? തന്റെ കേസ് ഞാൻ എടുക്കുന്നില്ല. സാറേ, അയാളുടെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നേ. കേസ് തോൽക്കാൻ പോകുമ്പോൾ ചില വക്കീലന്മാർക്ക് ഇങ്ങനെ പല അഭ്യാസങ്ങളും ഉണ്ട്. കേസിന്റെ വിധി ഇന്ന് വരെയല്ലേ, ജയിച്ചിട്ട് എന്താ പരിപാടി? നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. വെക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? പ്ലാനൊന്നുമില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ എടുത്തോളാം. പിന്നെ വിധി വന്ന അപ്പൊ തന്നെ വസ്തുവിന്റെ പൊസഷൻ എടുക്കണം. സാർ, അതായത് വസ്തു നമ്മൾ കൈവശപ്പെടുത്തണം, എന്നിട്ട് കൃഷി ചെയ്ത് ആദായം എടുക്കണം. വസ്തുവിന്റെ കാര്യത്തിൽ പൊസഷനാണ് പ്രധാനം. അതാണ്. ഹാപ്പി ആയില്ലേ? ധൈര്യമായിട്ട്